ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ 99% പേരും പറയുന്ന ഉത്തരം വാട്സപ്പ് ആയിരിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഈ മെസ്സേജിങ് ആപ്പ് യഥാർത്ഥത്തിൽ നമുക്ക് ഗുണമാണോ അതോ ദോഷമാണോ നൽകുന്നത് എന്ന് നോക്കാം. ഈ 5 മിനിറ്റിൽ നമുക്ക് അത് വിശദമായി ഒന്ന് പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വാട്സപ്പ് നമ്മുടെ ആശയവിനിമയം എത്രത്തോളം ലളിതമാക്കി എന്ന് താഴെ പറയുന്ന പോയിന്റുകളിലൂടെ വിവരിക്കാം. അതിലൊന്ന്, സൗജന്യ സേവനം. ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരുമായും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് സൗജന്യമായി മെസ്സേജ് അയക്കാനും വിളിക്കാനും സാധിക്കുന്നു. 2, മൾട്ടിമീഡിയ ഷെയറിംഗ്. ഫോട്ടോകൾ, വീഡിയോകൾ, ലൊക്കേഷൻ, കോൺടാക്റ്റുകൾ എന്നിവ നിമിഷ നേരം കൊണ്ട് കൈമാറാം. 3, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ. ഇത് അയക്കുന്ന ആൾക്കും സ്വീകരിക്കുന്ന ആൾക്കുമല്ലാതെ വാട്സപ്പിന് പോലും നിങ്ങളുടെ മെസ്സേജുകൾ വായിക്കാൻ കഴിയേയില്ല എന്ന സുരക്ഷ ഉറപ്പാണ്. അത് വാട്സപ്പ് നമുക്ക് തരുന്നുണ്ട്. 4, വാട്സപ്പ് ബിസിനസ്. ചെറിയ സംരംഭകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ഇത് വലിയ സഹായകമാണ്. 5, ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റികളും. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഒരേ സമയം വിവരങ്ങൾ കൈമാറാൻ ഇത് സഹായിക്കുന്നു. ഏതൊരു സാങ്കേതിക വിദ്യയെയും പോലെ തന്നെ വാട്സപ്പിനും ചില ഇരുണ്ട വശങ്ങളുണ്ട്. അതിലൊന്നാണ് വ്യാജ വാർത്തകൾ, ഫേക്ക് ന്യൂസ്. വാട്സപ്പിലൂടെ അതിവേഗം പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങൾ പലപ്പോഴും വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. 2, സ്വകാര്യതയുടെ ലംഘനം. ഗ്രൂപ്പുകളിൽ നമ്മുടെ നമ്പർ ആർക്കും വാട്സപ്പിൽ കാണുവാൻ സാധിക്കും എന്നത് ഒരു വെല്ലുവിളിയാണ്. കൂടാതെ അനാവശ്യ കോളുകളും മെസ്സേജുകളും ശല്യമാകാറുണ്ട്. 3, അഡിഷൻ. എപ്പോഴും സ്റ്റാറ്റസുകൾ നോക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും നമ്മുടെ സമയത്തെയും ഏകാഗ്രതയെയും ബാധിക്കുന്നു. 4, ഡേറ്റ സുരക്ഷാ ആശങ്കകൾ. മെറ്റ നമ്മുടെ വിവരങ്ങൾ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന ആശങ്ക വാട്സപ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 5, തെറ്റിദ്ധാരണകൾ. ടെക്സ്റ്റ് മെസ്സേജുകളിൽ വികാരങ്ങൾ ശരിയായി പ്രകടിപ്പിക്കാൻ കഴിയാത്തതിനാൽ പലപ്പോഴും സുഹൃത്തുക്കൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു കഥയിലൂടെ വാട്സപ്പിൻ്റെ ഉപയോഗം ഇന്ന് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന രവിയേട്ടൻ നല്ല ഒന്നാന്തരം നാടൻ വിഭവങ്ങൾ, അതായത് അച്ചാർ, ചക്കവരട്ടി ഉണ്ടാക്കുന്നതിൽ മിടുക്കനായിരുന്നു. പക്ഷേ അത് വിൽക്കാൻ ടൗണിലെ കടകളിൽ പോയി കൊഞ്ചണമായിരുന്നു. ലാഭം കുറവും അധ്വാനം കൂടുതലും. ഒരു ദിവസം മകൻ രവിയേട്ടന് ഒരു വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് സെറ്റ് ചെയ്തു കൊടുത്തു. രവിയേട്ടൻ തൻ്റെ കൈപുണ്യം ഓരോ ചെറിയ വീഡിയോകളായി സ്റ്റാറ്റസിൽ ഇടാൻ തുടങ്ങി. ആദ്യം അയൽക്കാർ കണ്ടു, പിന്നെ അത് അവർ തന്നെ ഷെയർ ചെയ്തു. പതിയെ ദൂരെയുള്ളവർ പോലും രവിയേട്ടന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഓർഡറുകൾ വാട്സപ്പിലൂടെ ഒഴുകി. ഇടനിലക്കാരില്ല, കടവാടകയില്ല. ഇന്ന് രവിയേട്ടൻ 5 പേർക്ക് ജോലി നൽകുന്ന ഒരു സംരംഭകനാണ്. വാട്സപ്പ് വെറുമൊരു ചാറ്റിംഗ് ആപ്പല്ല, ശരിയായി ഉപയോഗിച്ചാൽ അതൊരു നല്ല വിപണിയാണ്. ഇനിയും വാട്സപ്പിലൂടെ പണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും കഴിയുമെന്നാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ നേരിട്ട് വാട്സപ്പ് നമുക്ക് പണം തരില്ല. പകരം വാട്സപ്പിനെ ഒരു മീഡിയമായി ഉപയോഗിച്ച് താഴെ പറയുന്ന വഴികളിലൂടെ നമുക്ക് പണം സമ്പാദിക്കാം. അതിലൊന്നാണ് വാട്സപ്പ് ബിസിനസ്. നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്കൊരു ഉൽപ്പന്നമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് വസ്ത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, അതിൻ്റെ കാറ്റലോഗ് വാട്സപ്പിൽ സെറ്റ് ചെയ്യാം. കസ്റ്റമേഴ്സിന് നേരിട്ട് ഓർഡർ ചെയ്യാനും പേയ്മെൻറ്റ് നടത്താനും ഇത് എളുപ്പമാണ്. 2, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. മറ്റൊരു വ്യക്തിയുടെയോ കമ്പനിയുടെയോ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ വഴി അത് വിൽക്കപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു കമ്മീഷൻ ലഭിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ഉൽപ്പന്നം, ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോൺ, ബുക്ക് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ് എന്നിവ തിരഞ്ഞെടുക്കുന്നു. ശേഷം ലിങ്ക് നേടുക. ആ കമ്പനിയുടെ അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ ചേർന്ന് നിങ്ങൾക്ക് മാത്രമായി ഒരു അഫിലിയേറ്റഡ് ലിങ്ക് സ്വന്തമാക്കാം. അടുത്തതായി ഈ ലിങ്ക് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ബ്ലോഗിലോ സുഹൃത്തുക്കൾക്കിടയിലോ ഈ ലിങ്ക് പങ്കുവയ്ക്കുന്നു.
കമ്മീഷൻ നേടുന്നത് ഈ ലിങ്കിലൂടെയാണ്. ആരെങ്കിലും നിങ്ങളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ സാധനം വാങ്ങിയാൽ ആ വിലയുടെ നിശ്ചിത ശതമാനം തുക നിങ്ങൾക്ക് തരും. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിൻ്റെ നിക്ഷേപം വേണ്ട, സ്വന്തമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനോ സ്റ്റോക്ക് ചെയ്യാനോ പണം മുടക്കേണ്ടതില്ല. അതുപോലെ റിസ്ക് കുറവാണ്. സാധനം ഡെലിവറി ചെയ്യുന്നതോ കസ്റ്റമർ സർവീസ് നൽകുന്നതോ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. എവിടെ ഇരുന്ന് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഒരു മൊബൈലോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ അഫിലിയേറ്റഡ് മാർക്കറ്റിലൂടെ പണം സമ്പാദിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സൈറ്റുകളിലെ ഉൽപ്പന്നങ്ങളുടെ ലിങ്കുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഗ്രൂപ്പുകൾക്കോ ഷെയർ ചെയ്യാം. ആ ലിങ്ക് വഴി ആരെങ്കിലും ആ സാധനം വാങ്ങിയാൽ നിങ്ങൾക്ക് നിശ്ചിത ശതമാനം കമ്മീഷൻ ലഭിക്കും. ഇനിയും അടുത്തതായി പണം നേടാനുള്ള ഒരു മാർഗമാണ് റീസെല്ലിംഗ്. മീഷോ പോലെയുള്ള ആപ്പുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ലാഭം അല്ലെങ്കിൽ മാർജിൻ കൂടി കൂട്ടി വാട്സപ്പ് വഴി വിൽക്കാവുന്നതാണ്. നിങ്ങൾ സാധനം സ്റ്റോക്ക് ചെയ്യേണ്ടതില്ല, ഡെലിവറി കമ്പനി നോക്കിക്കൊള്ളും. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്. ഡിജിറ്റൽ സർവീസ് മാർക്കറ്റിംഗ്. നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറോ ഒരു ട്യൂഷൻ എടുക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് റൈറ്ററോ ആണെങ്കിൽ നിങ്ങളുടെ സർവീസുകൾ വാട്സപ്പ് വഴി നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും ചാനലുകൾ വഴി, വാട്സപ്പിൻ്റെ ചാനലുകൾ വഴി, വാട്സപ്പിലെ പുതിയ ഫീച്ചറായ ചാനൽ വഴി വലിയൊരു ഓഡിയൻസിനെ സൃഷ്ടിച്ചാൽ പ്രൊമോഷനുകളിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും പണം സമ്പാദിക്കാവുന്നതാണ്. ഇനിയും വാട്സപ്പ് സുരക്ഷിതമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിൽ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട ഉപദേശങ്ങളാണ് ഇത്. വാട്സപ്പ് ഉപയോഗിക്കുന്നവർ അപരിചിതരിൽ നിന്നും വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പരിചയമില്ലാത്ത ആളുകളിൽ നിന്നും വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. രണ്ടാമതായി 2 സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വാട്സപ്പിൽ ഒരു പാസ്വേഡ് കൊടുക്കാതെ 2 സ്റ്റെപ്പ് വേരിഫിക്കേഷൻ അതിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അത് എനേബിൾ ചെയ്യുക. മൂന്നാമതായി ഫോർവേഡായി വരുന്ന വാർത്തകൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് അയക്കാവൂ. പ്രൈവസി സെറ്റിങ്ങിൽ പോയി ലാസ്റ്റ് സീൻ, പ്രൊഫൈൽ ഫോട്ടോ എന്നിവ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ വാട്സപ്പ് ഒരു കത്തി പോലെയാണ്. അത് ഉപകരിക്കണോ അതോ ഉപദ്രവിക്കണോ എന്നത് ഉപയോഗിക്കുന്ന നമ്മുടെ കരങ്ങളിലാണ്. ഉത്തരവാദിത്തത്തോടെ ഉപയോഗിച്ചാൽ ഇതൊരു മികച്ച ആശയവിനിമയ ഉപാധിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.